മദ്യനയത്തിൽ ബാർ ഉടമകളുമായി ചർച്ച നടന്നിട്ടില്ല എന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ വാദം പൊളിയുന്നു. ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിൽ ബാർ ഉടമകളും പങ്കെടുത്തിട്ടുണ്ട്. ഡ്രൈഡേ ഒഴിവാക്കണമെന്നും പ്രവർത്തന സമയം കൂട്ടണമെന്നും ബാർ ഉടമകൾ ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടു. അതിനിടെ ബാർ ഉടമ അനിമോന്റെ ശബ്ദരേഖയിൽ എക്സൈസ് ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നാളെ തുടങ്ങും. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. അനിമോനെ കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് സർക്കാരിൻ്റെ ഏജന്റുമാർ തന്നെ എഴുതി തയ്യാറാക്കി ഇന്നലെ കൊടുത്താണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടെ കുറേ കൂടെ ദുരൂഹത വർദ്ധിച്ചിരിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറല്ല. ശക്തമായിട്ടുള്ള സമരപരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് പരിശോധിച്ചതിന് ശേഷം ശക്തമായിട്ടുള്ള സമരം UDFിൻ്റെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിലുണ്ടാകും. ഈ വിശ്രമ ജീവിതം നയിക്കാൻ വിദേശ രാജ്യങ്ങളിൽ, അതും എല്ലാവരും മലേഷ്യ, സിംഗപ്പൂരൊക്കെയാണ് ഇപ്പോൾ വിദേശവാസം. ഇതിനൊക്കെ ആര് സ്പോൺസർ ചെയ്യുന്നു എന്നുള്ളതും ദുരൂഹതയുണ്ട്. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാറുണ്ട്. ഷഫീദ്, കെ മുരളീധരന്റെ പ്രതികരണത്തിൽ അവസാന ഭാഗം എടുത്താൽ എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഇപ്പോൾ വിദേശത്താണ്, ഇതിന് പിന്നിൽ സ്പോൺസർമാരുണ്ട് എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ നിലയ്ക്ക് ഈ വിവാദത്തെ ഉയർത്തിക്കൊണ്ടുവരാനാണോ പ്രതിപക്ഷം ശ്രമിക്കുന്നത്? എം പി രാജേഷ് നേരത്തെ പറഞ്ഞത് ഒരു ചർച്ചയും മദ്യനയം സംബന്ധിച്ച് സർക്കാർ നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു ആലോചന പോലും തുടങ്ങിയിട്ടില്ല എന്നാണ്. ആ വാദം പൊളിയുകയാണോ? ഗോപികൃഷ്ണൻ, സമരത്തിന് ഇതുവരെ ആഹ്വാനം ചെയ്തിട്ടില്ലെങ്കിലും ഈ വിഷയം സജീവ ചർച്ചയാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലായത് 2 മന്ത്രിമാരുടെ രാജി അവർ ആവശ്യപ്പെടുന്നു. അത് സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് യുവജന സംഘടനകളുടെ പ്രതിഷേധ പരിപാടികളടക്കം വരും ദിവസങ്ങളിൽ തുടരുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇന്ന് പുറത്തു വരുന്നത്. അതായത് ഈ അനിമോന്റെ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോൻ മദ്യനയം അനുകൂലമാക്കാൻ പണപ്പിരിവ് അല്ലെങ്കിൽ പണം നൽകണം എന്നുള്ള അദ്ദേഹത്തിന്റെ വാട്സപ്പ് ശബ്ദ സന്ദേശം അത് പുറത്തു വന്നതിന് പിന്നാലെ എക്സൈസ് മന്ത്രിയായിട്ടുള്ള എം പി രാജേഷിന്റെ ആദ്യ പ്രതികരണം തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല, അടുത്ത മാസം ബാർ ഉടമകളുമായി ചർച്ചയ്ക്ക് ഒരുങ്ങുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. മാത്രവുമല്ല, ബാർ ഉടമകളുമായി ടൂറിസം വകുപ്പ് ചർച്ച നടത്തി എന്നുള്ളതിന്റെ കൃത്യമായ രേഖകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മെയ് 21 ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യോഗത്തിന്റെ ഏക അജണ്ട മദ്യനയമാറ്റം മാത്രമായിരുന്നു. അതടക്കം, അതായത് യോഗ വിവരം അറിയിച്ച് യോഗത്തിന്റെ ഓൺലൈൻ ലിങ്കും ചേർത്ത് ഈ അജണ്ട അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ അയച്ച ഇമെയിലിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബാർ ഉടമകൾ, ഹോം സ്റ്റേ ഉടമകൾ തുടങ്ങിയ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടവരാണ് നയം മാറ്റത്തിലുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്ന യോഗത്തിൽ പങ്കെടുത്തത്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ ഡ്രൈഡേ ഒഴിവാക്കണം, ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടണം എന്നീ ആവശ്യങ്ങൾ ഹോട്ടൽ ഉടമകൾ ആ യോഗത്തിൽ ഉന്നയിച്ചു. ആവശ്യങ്ങൾ പരിശോധിക്കുമെന്ന് ആ യോഗത്തിൽ ഉറപ്പ് നൽകുകയും ഉദ്യോഗസ്ഥർ ചെയ്തു എന്നുള്ളതും ബാർ ഉടമകൾ ഇപ്പോൾ പറയുന്നുണ്ട്. ഏതായാലും മന്ത്രി നേരത്തെ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായി, വ്യത്യസ്തമായി ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇതും പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കും. അതേസമയം മന്ത്രിയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണം അത് നാളെ മുതൽ ആരംഭിക്കും. പ്രധാനമായും മൊഴിയെടുക്കലായിരിക്കും ക്രൈംബ്രാഞ്ച് ലക്ഷ്യം വെക്കുക. അനിമോന്റെയും മറ്റ് സംഘടനാ ഭാരവാഹികളുടെയും മൊഴി രേഖപ്പെടുത്തും. കൂടാതെ എക്സൈസ് ഇന്റലിജൻസും ഈ ശബ്ദരേഖയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് എക്സൈസ് ഇന്റലിജൻസിന്റെയും അന്വേഷണം. ഗോപികൃഷ്ണൻ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.